ഹായ് ഹലോ, എല്ലാവർക്കും ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. എപ്പോഴാണ് സാർ റീനീറ്റ് എപ്പോഴാണ് നടക്കുന്നതിൻ്റെ സാധ്യതകൾ, എപ്പോഴാണ്, ഏത് മാസത്തിലേക്കാണ്, എങ്ങനെയാണ്, ഏതൊക്കെയാണെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കുഞ്ഞു വീഡിയോ ആണ്. എപ്പോഴാണ് പുതിയ നീറ്റ് എക്സാമിനേഷൻ നടക്കാൻ സാധ്യതയുള്ളത്. അതിനു മുമ്പായിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ള രീതിയിൽ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതകളും എവിടുന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ നമുക്കിതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മക്കളെ, കഴിഞ്ഞൊരു ദിവസം നമ്മൾ പറഞ്ഞതുപോലെ നമ്മളിതിൽ ആശങ്കപ്പെടുന്ന സമയത്തും മാർക്ക് കിട്ടിയ കുട്ടികൾ നിരാശപ്പെടുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അനർഹമായ കുട്ടികളെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ കടന്നു കയറുക എന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. അത് ബീഹാറിൽ നിന്ന് ആയിക്കഴിഞ്ഞാലും രാജസ്ഥാനിൽ നിന്ന് ആയിക്കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിൽ നിന്ന് ആയിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് ആയിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏത് ഭാഗത്ത് അനർഹരായ ഒരു കുട്ടി പോലും ഈ ഒരു റാങ്ക് ലിസ്റ്റ് കടന്നുകൂടാൻ പാടില്ല. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ്, നമുക്കറിയാം എത്രത്തോളം മാനസിക സമ്മർദ്ദങ്ങളാണ് നമ്മൾ അനുഭവിച്ചത്, എത്ര രാത്രികളാണ് ഉറങ്ങാതിരുന്നത്, എത്രത്തോളം സമ്മർദ്ദങ്ങൾ അനുഭവിച്ച് തല പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ശാരീരികമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു റാങ്കിലേക്ക് നിങ്ങൾ എത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു അനർഹമായ ഒരു കുട്ടി പോലും അതിലേക്ക് വരാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ രീതിയിൽ അന്വേഷണം നടക്കണം. അത് നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. CBI ആണ് ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. അത് എന്ത് തന്നെ ആവട്ടെ, അതിൻ്റെ വഴിക്ക് പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അതിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്ലാനിങ് ചെയ്യണം. അതായത് പാനിക് ആവുകയല്ല, പ്ലാനിങ് ഉണ്ടാക്കിയാണ് വേണ്ടത്. ആ പ്ലാനിങ്ങിന് നിങ്ങളെ സഹായിക്കുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നീറ്റിൻ്റെ കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് എത്രത്തോളം പ്രിപ്പറേഷൻസ് NTA ഭാഗത്ത് നിന്ന്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഓർ അതോറിറ്റിക്ക് എത്രത്തോളം പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് എന്ന് ഈ ഒരു ഡാറ്റ എടുത്താൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ വർഷം നീറ്റ് അറ്റൻഡ് ചെയ്ത കുട്ടിയുടെ എണ്ണം എന്ന് പറയുന്നത് 22,09,318 കുട്ടികളാണ്. നീറ്റ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ 25 ലക്ഷത്തോളം അപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. 22,09,318 കുട്ടികളാണ് നീറ്റ് അറ്റൻഡ് ചെയ്തത്. അതിൽ ഇന്ത്യ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 566 ടെസ്റ്റ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു. അതായത് 566 എക്സാം സെന്റേഴ്സ് ഉണ്ടായിരുന്നു. ഈ 566 എക്സാം സെന്റേഴ്സിൽ ഒരു എക്സാം സെന്റർ തന്നെ 5, 6, 10 മുറികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടല് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നീറ്റിന് അവർ ഉപയോഗിച്ചിരിക്കുന്ന 2,17,390 സ്റ്റാഫിന്, 2,17,000 സ്റ്റാഫിനെയാണ് കഴിഞ്ഞ പ്രാവശ്യം വിവിധ സ്ഥലങ്ങളിൽ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഉപയോഗിക്കപ്പെട്ടത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഓൾമോസ്റ്റ് 2 ലക്ഷം ആൾക്കാർ നിങ്ങൾ കണക്കാക്കുക. അതായത് ഈ ഒരു എൻറ്റയർ പ്രോസസ്സിന്റെ പുറകിൽ 2 ലക്ഷം ആൾക്കാരുടെ 566 സെന്ററുകളിൽ 22 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ. അത്രയും ബൃഹത്തായ പരീക്ഷയാണ്. നമ്മൾ സാധാരണ ഒരു ചെറിയൊരു സ്കോളർഷിപ്പ് പരീക്ഷ ഒരു സ്കൂളിൽ നടത്തുന്ന പോലെ അനായാസമല്ല അത്. അതുകൊണ്ട് തന്നെ NTA കണക്ക് പ്രകാരം അതിൻ്റെ സ്ട്രാറ്റജീസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 60 മുതൽ 70 ദിവസം വരെ എടുത്തിട്ടാണ്. 60 മുതൽ 70 ദിവസമാണ് ഇതിൻ്റെ നോർമൽ ടൈം. ഇങ്ങനെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം എടുക്കുന്ന നോർമൽ ടൈം എന്നുള്ളത് 60 മുതൽ 70 ദിവസമാണ്. അതായത് ഏകദേശം 2 മാസം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ന് മെയ് 12-ാം തീയതിയാണ്. ഈ മെയ് 12-ാം തീയതിയാണ് ഈ ഇഷ്യൂസൊക്കെ പൊങ്ങി വന്നിരിക്കുന്നത്. ഇന്നല്ല, മെയ് 12-ാം തീയതി എന്നുള്ള ഈ ദിവസം തൊട്ട് കണക്കാക്കുകയാണെങ്കിൽ, മെയ് 12 തൊട്ടുള്ള ദിവസം കണക്കാക്കുകയാണെങ്കിൽ നോർമൽ രീതിയിൽ, അതായത് സാധാരണ പോലെ തന്നെ പ്രോസസ്സ് നോർമൽ രീതിയിൽ പോവുകയാണെങ്കിൽ ജൂൺ 28, ജൂലൈ 5, ജൂലൈ 11 ഈ ദിവസങ്ങളിലാണ് പരീക്ഷ നടത്താൻ സാധിക്കുക. നോർമൽ രീതിയിൽ, അതായത് സാധാരണ NTA അഡോപ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ, NTA അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ അതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പരീക്ഷ നടക്കാൻ സാധ്യതയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ജൂൺ 28, ജൂലൈ 5, ജൂലൈ 11. കാരണം ഇത്രയും ദിവസം വേണം അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക, ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടിയുള്ള ആൾക്കാർ അസൈൻ ചെയ്യുക, അതിൻ്റെ പരീക്ഷ നടത്താനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ ഓൾറെഡി ഇപ്പോഴുള്ള പ്രശ്നം, മെയ് മാസത്തിലാണ് മിക്ക സ്കൂൾസും ക്ലോസ്ഡ് ആണ്. അവിടെ അറേഞ്ച്മെന്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ജൂൺ ജൂലൈ മാസങ്ങളാകുന്ന സമയത്ത് എന്തായിരിക്കും, മിക്കവാറും എല്ലാ സ്കൂളുകളും ജൂൺ മാസത്തിൽ തന്നെ ഓപ്പൺ ചെയ്യുന്നതാണ്. അന്ന് പല സ്ഥലത്തിലും എക്സ്ട്രീം വെതറാണ്, കണ്ടീഷൻസ് ആണ് ജൂണിലൊക്കെ വരുന്നത് പല സ്ഥലത്തും. അല്ല, ജൂൺ ജൂലൈ മാസത്തിലൊക്കെ അതും നോക്കണം നമുക്ക്. എക്സ്ട്രീം വെതർ കണ്ടീഷൻ, ഇപ്പോൾ കേരളത്തിലാണ് വലിയ മഴ ഉണ്ടാകുന്ന സമയമാണ്. ഓരോ സംസ്ഥാനത്തും എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് വരുന്ന സമയമാണ്. ഒരു പരീക്ഷയ്ക്ക് അനുയോജ്യമായ മാസമല്ല ഒരിക്കലും ജൂൺ മാസം, ജൂലൈ മാസം. ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നോർമൽ രീതിയിൽ NTA പോകാൻ സാധ്യതയില്ല. പക്ഷേ NTA അതേപോലെ പോവുകയാണെങ്കിൽ ജൂൺ 28, ജൂലൈ 5, ജൂലൈ 11 ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ചും കൂടെ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് പോവുകയാണ് കാര്യങ്ങൾ. ഇന്ന് മീൻസ് ഈ സംഭവം നടന്ന സർക്കുലർ ഇറങ്ങിയ
മെയ് 12 മുതൽ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് NTA പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ജൂൺ 21 എന്നുള്ള ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ജൂൺ 21 ഡേറ്റിന് പരീക്ഷ നടത്തണമെങ്കിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. വളരെ റെയർ ചാൻസ് ആണ് ജൂൺ 14 കൊടുത്തിരിക്കുന്നത്. ജൂൺ 14 എന്നുള്ളത് വളരെ വളരെ ചാൻസ് കുറവാണ്. കാരണം അത്രയും ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കുകയും ഈ 566 ടെസ്റ്റ് സെന്ററുകൾ എത്രയും വേഗത്തിൽ കണ്ടുപിടിക്കുകയും അവിടത്തേക്കുള്ള 2 ലക്ഷത്തോളം ആൾക്കാരെ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യുകയും അവിടത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ നടത്തി ജൂൺ 14 പരീക്ഷ നടത്തുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെന്ന് തന്നെ പറയാൻ പറ്റും. എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. അപ്പം നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള ഒരു മിനിമം ഡേറ്റ്, ഒരു നോർമൽ ഡേറ്റ്, ഇതൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ മാത്രമാണ്. നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ്. നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ കൃത്യമായിട്ട് ജൂൺ 28 നടക്കുന്നോ, ജൂലൈ 5 നടക്കുന്നോ, ജൂലൈ 11 നടക്കുന്നോ. പക്ഷെ അതാണ് ഒരു മിനിമം. ഈ ഡാറ്റ വെച്ചിട്ട് ഒരു അനാലിസിസ് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഞാൻ ഫൈനലായിട്ട് കൺക്ലൂഡ് ചെയ്യാം. നോർമൽ രീതിയിലാണെങ്കിൽ ജൂൺ 28, ജൂലൈ 5, ജൂലൈ 11 ഈ സമയങ്ങളിലാണ് 60 ഡേയ്സ് പീരീഡ് ഇത് കണക്കാക്കുകയാണെങ്കിൽ പറ്റുക. പിന്നെ ഫാസ്റ്റ് ട്രാക്ക് ആണെങ്കിൽ ജൂൺ 21. റെയർ ചാൻസ് ആണ് ജൂൺ, അത് നോക്കണ്ട. അപ്പോൾ ഈ ഒരു സമയം മിനിമം നിങ്ങൾക്ക് മെയ് 12 എന്നുള്ള ആ ഒരു തീയതി തൊട്ടിട്ട് മിനിമം നിങ്ങൾക്ക് ഒരു 1.5 മാസം സമയം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ആശങ്കപ്പെടാതെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടാണ് അപ്പോഴും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ വീഡിയോയിൽ കൃത്യമായി ഡേറ്റ് ഇത് ശരിയല്ലല്ലോ, ഇത് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സമയം കളയേണ്ട. ഇത് എൻ്റെ ഒരു അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയാണ്. നിങ്ങളുടെ ജോലി, യുവർ ഫസ്റ്റ് ഡ്യൂട്ടി ഈസ് ടു സ്റ്റഡി, യുവർ സെക്കൻഡ് ഡ്യൂട്ടി ഈസ് ടു സ്റ്റഡി, യുവർ തേർഡ് ആൻഡ് ഫൈനൽ ഡ്യൂട്ടി ഈസ് ഓൾസോ ടു സ്റ്റഡി. മറ്റൊന്നിനെ കുറിച്ച് നിങ്ങൾ ആശങ്കക്കുള്ളരാവണ്ട. സൈഡിൽ നിങ്ങളുടെ കൂടെ തന്നെ മാക്സിമം വീഡിയോസും ഓൺലൈൻ ക്ലാസ്സുകളും നിങ്ങളുടെ ഇന്ററാക്റ്റീവ് സെക്ഷൻസ് ഒക്കെ ലൈവൊക്കെ വന്നിട്ട് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യും. എല്ലാ തരത്തിലുള്ള കോൺഫിഡൻസും തന്നുകൊണ്ട് നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഡേറ്റിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണയാണ് നിങ്ങൾക്ക് തന്നത്. ഇനി മക്കളെ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളും. ബാക്കി കൂടുതൽ അപ്ഡേറ്റ് ഡേറ്റിനെ കുറിച്ച് കിട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ ഞാൻ വീഡിയോ ചെയ്യും. വീണ്ടും കാണാം.